ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി വിഭവമാണ്. ജാർഖണ്ഡ് ബ്രേക്ക്ഫാസ്റ്റ് വിഭവമായ ദുസ്കയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. കാണുമ്പോൾ പൂരി പോലെ ഇരിക്കുമെങ്കിലും പൂരിയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു വിഭവമാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ മതി. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് അരി എടുത്തിട്ട് 8 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ 1 കപ്പ് അരിക്ക് 1/2 കപ്പ് കടലപ്പരിപ്പ് വേണം. അതും അത്ര സമയം തന്നെ വേണം നമ്മൾ കുതിർത്ത് വയ്ക്കാൻ. പിന്നെ ഉഴുന്ന് അത് 1/4 കപ്പ്. ഇതെല്ലാം അതും നമ്മൾ 8 മണിക്കൂർ നേരം കുതിർത്ത് വെച്ചതാണ്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, 1 ഇഞ്ച് നീളത്തിലുള്ള കഷ്ണം ഇഞ്ചിയും 2 പച്ചമുളകും. അപ്പോൾ ഇതൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ ഊറ്റിയെടുത്തിട്ട് നമ്മളിതെല്ലാം കൂടി അരച്ചെടുക്കണം. അരയ്ക്കുമ്പോൾ ഏകദേശം ഒരു 1/4 കപ്പ്, അതിൽ കൂടരുത്, അത്രയ്ക്ക് വെള്ളം ചേർത്ത് കുറച്ച് കട്ടിയിൽ മാവ് നന്നായി അരച്ച് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് 1 മണിക്കൂർ അവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 1 മണിക്കൂറിന് ശേഷം നമ്മളിതെടുത്തിട്ട് നമുക്കിതിൻ്റെ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം. ഏകദേശം 1.5 ടീസ്പൂൺ വരെ ഉപ്പ് ഇതിന് ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഓരോരുത്തരുടെ ഉപ്പിൻ്റെ പാകം വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മാക്സിമമാണ് 1.5 ടീസ്പൂൺ, അതിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തർ ഇട്ട് നോക്കിയിട്ട് നിങ്ങളുടെ പാകത്തിന് ചേർക്കുക. അതുപോലെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ചിലരിതിൽ ജീരകം, ഗരം മസാല ഒക്കെ ചേർക്കും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതാണ് നല്ല ടേസ്റ്റ്. പിന്നെ നമ്മളിതിൻ്റെ കൺസിസ്റ്റൻസി പാകാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഏകദേശം ഒരു ദോശമാവിൻ്റെ പരുവത്തിലാണ് നമുക്കിത് വേണ്ടത്. അപ്പോൾ തുടക്കത്തിൽ അത്ര വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. നമ്മൾ 1 മണിക്കൂർ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി നമ്മൾ ഏതെങ്കിലും റിഫൈൻഡ് ഓയിലാണ് ഇത് വറുക്കേണ്ടത്, വെളിച്ചെണ്ണയിൽ വറുക്കരുത്. ഓരോ കയ്യിൽ വീതം കോരി ഒഴിക്കുക. കോരി ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നടുഭാഗത്ത് കൂടുതൽ മാവ് വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. കാരണം നമ്മളിങ്ങനെ ഒഴിക്കുമ്പോൾ അതിങ്ങനെ പരക്കും. ആ പരന്ന് നടുവിലെത്തിയും തോന്നുമ്പോൾ നമ്മൾ നിർത്തണം. വീണ്ടും ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ മാവ് നിറയും ചെയ്യും. അത് കറക്റ്റായിട്ട് വേവില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒഴിക്കുമ്പോൾ നമ്മളിങ്ങനെ ഒഴിച്ച് പരന്ന നടുവിലേക്ക് കറക്റ്റ് എത്തിയെന്ന് മനസ്സിലാവുമ്പോൾ ഒഴിക്കുന്നത് നിർത്തുക. അത് കഴിഞ്ഞ് മീഡിയം ഫ്ലെയിമിലാണ് തീ വേണ്ടത്. ഹൈ ഫ്ലെയിമിൽ ചൂടായിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വേവിക്കാൻ. അപ്പോഴാണ് എല്ലാ ഭാഗവും നന്നായി വെന്ത് വരികയുള്ളൂ. ഇതിങ്ങനെ മാവ് നല്ല പൊന്തി വരും. പിന്നെ നമ്മൾ ബ്രൗൺ കളറിലേക്കൊന്നും പോവരുത്. യെല്ലോ കളറിൽ തന്നെ അത് എടുക്കാൻ ശ്രമിക്കുക. ചെറുതായിട്ട് ലൈറ്റ് ബ്രൗൺ ആയാലും കുഴപ്പമില്ല, പക്ഷെ നന്നായി ബ്രൗൺ ആവരുത്. ഇനി നമ്മളിത് കോരി മാറ്റാം. അപ്പോൾ ഇത് പാകമായിട്ടുണ്ട്. ഇതേ രീതിയിൽ നമ്മൾ ഓരോ കയ്യിലായി കോരി ഒഴിച്ചുകൊണ്ട് നമുക്ക് ഈ ദുസ്ക ഉണ്ടാക്കാം. അപ്പോൾ മനസ്സിലായില്ലേ, വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. തലേദിവസം കുതിർത്ത രാവിലെ ഉണ്ടാക്കാം, രാവിലെ കുതിർത്ത രാത്രി ഉണ്ടാക്കാം. അത്രയ്ക്കേ ഉള്ളൂ സമയത്തിൻ്റെ ഇത്. കാരണം ഈ കുതിർക്കാൻ എടുക്കുന്ന സമയം, പക്ഷേ ഉണ്ടാക്കലൊക്കെ വളരെ എളുപ്പമാണ്. ഇഞ്ചി, പച്ചമുളകും, ഉപ്പും മഞ്ഞൾപ്പൊടി മാത്രമേ വേണ്ടൂ. ഇതിന് നമുക്ക് എന്ത് കറി കൂട്ടി വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. നല്ല അടിപൊളി റെസിപ്പിയാണ്. റെസിപ്പി ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും ട്രൈ ചെയ്യുക, അഭിപ്രായം പറയുക.